ഹായ്, ഐ എം അശ്വതി രാമൻ. ട്രോമ പലപ്പോഴും ഒരു അപകടമോ വലിയൊരു നഷ്ടമോ അല്ലെങ്കിൽ നമ്മളെ തന്നെ ഭയപ്പെടുത്തുന്ന ഏതെങ്കിലും സാഹചര്യമോ ഒക്കെ ഉണ്ടാകുമ്പോൾ നമ്മുടെ മനസ്സിനും ശരീരത്തിനും ഉണ്ടാകുന്ന ഒരു സ്വാഭാവിക പ്രതികരണമാണ്. ഇത് കേവലം ഒരു ഓർമ്മ മാത്രമല്ല, മറിച്ച് നമ്മുടെ ചിന്തകളെയും വികാരങ്ങളെയും ജീവിതത്തെയും തന്നെ ബാധിക്കുന്ന ഒന്നാണ്. സാധാരണയായി ട്രോമ അനുഭവിച്ച ഒരാൾക്ക് പലതരത്തിലുള്ള മാറ്റങ്ങൾ അനുഭവപ്പെടാം. ഉദാഹരണത്തിന്, നമ്മുടെ മൈൻഡ് എപ്പോഴും ആ പഴയ കാര്യങ്ങളിൽ തന്നെ കുടുങ്ങിക്കിടക്കുന്നത് പോലെ തോന്നും. പെട്ടെന്ന് ദേഷ്യം വരിക, സങ്കടം വരിക, അല്ലെങ്കിൽ ഒന്നിനോടും ഒരു താല്പര്യമില്ലാത്ത അവസ്ഥ ഉണ്ടാവുക, ഇതൊക്കെ സാധാരണമാണ്. അതുപോലെ എപ്പോഴും ഭയങ്കര തളർച്ച അനുഭവപ്പെടാം. നമ്മുടെ ബന്ധങ്ങളെയും ജോലിയെയും ഒക്കെ ഇത് ബാധിക്കുമ്പോൾ ജീവിതം തന്നെ ഒരു വെല്ലുവിളിയായി നമുക്ക് തോന്നിയേക്കാം. ഇതിൻ്റെ ലക്ഷണങ്ങൾ ഓരോരുത്തരിലും ഓരോ രീതിയിലായിരിക്കും. ചിലർക്ക് ആ പഴയ കാര്യങ്ങൾ വീണ്ടും വീണ്ടും ഓർമ്മ വരികയും അത് കാണുമ്പോഴോ ചിന്തിക്കുമ്പോഴോ വല്ലാത്ത അസ്വസ്ഥത ഉണ്ടാവുകയും ചെയ്തേക്കാം. അതുകൊണ്ട് തന്നെ ആ കാര്യങ്ങളെ ഓർമ്മിപ്പിക്കുന്ന സാഹചര്യങ്ങളിൽ നിന്നും ആളുകളിൽ നിന്നും നമ്മൾ ഓടി മാറാൻ ശ്രമിക്കും. കൃത്യമായ ഉറക്കം കിട്ടാതിരിക്കുക, ഒന്നിനും ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പറ്റാതിരിക്കുക, കാരണമില്ലാത്ത തലവേദനയോ പേശിവേദനയോ പോലെ ശാരീരിക അസ്വസ്ഥതകൾ ഉണ്ടാവുക എന്നിവയും ഇതിൻ്റെ ഭാഗമാണ്. ട്രോമ പല തരത്തിലുണ്ട്. പെട്ടെന്നുണ്ടാകുന്ന ഒരു ആഘാതത്തെ നമ്മൾ അക്യൂട്ട് ട്രോമ എന്ന് വിളിക്കുന്നു. എന്നാൽ നീണ്ടു നിൽക്കുന്ന പീഡനങ്ങളെയോ അവഗണനയോ ഒക്കെ നമ്മൾ ക്രോണിക് അല്ലെങ്കിൽ കോംപ്ലക്സ് ട്രോമ എന്ന് വിളിക്കുന്നു. ചെറുപ്പകാലത്തുണ്ടാവുന്ന മുറിവുകൾ, ചൈൽഡ്ഹുഡ് ട്രോമ, നമ്മുടെ വളർച്ചയെയും സ്വഭാവത്തെയും ബാധിക്കാം. മറ്റൊരാളുടെ വിഷമങ്ങൾ കേൾക്കുന്നത് വഴി നമുക്കുണ്ടാവുന്ന പ്രയാസങ്ങളെ സെക്കൻഡറി ട്രോമ എന്നും വിളിക്കുന്നു. നിങ്ങൾ ഇത്തരം അനുഭവങ്ങളിലൂടെ കടന്നു പോകുന്നുണ്ടെങ്കിൽ ഒന്ന് മാത്രം ഓർക്കുക, യു ആർ നോട്ട് അലോൺ. ഈ പ്രയാസങ്ങൾ ദീർഘകാലം നീണ്ടു നിൽക്കുന്നുണ്ടെങ്കിൽ, ഇത് നിങ്ങളുടെ ദൈനംദിന ജീവിതത്തെയും ഉറക്കത്തെയും ബാധിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും ഒരു പ്രൊഫഷണൽ സഹായം തേടാൻ മടിക്കരുത്. അതിനായി മലയാളികൾക്കായി ഡെഡിക്കേറ്റ് ചെയ്യുന്ന ഒരു കൗൺസിലിംഗ് പ്ലാറ്റ്ഫോമാണ് കൂട്ട്. സേഫായ, ജഡ്ജ്മെൻ്റ് ഇല്ലാത്തൊരിടത്തിൽ ഹെൽപ്പ് തേടുന്നത് ഒരു പോസിറ്റീവ് സ്റ്റെപ്പാണ്. നിങ്ങളുടെ ഇമോഷൻസ് മനസ്സിലാക്കുന്ന മലയാളി തെറാപ്പിസ്റ്റുകളാണ് കൂട്ടിലുള്ളത്. 749 രൂപ മുതൽ സ്റ്റാർട്ട് ചെയ്യുന്ന കൗൺസിലിംഗ് സഹായം ലഭ്യമാണ്. ഇതിനായി ഞങ്ങളുടെ വെബ്സൈറ്റിൽ പോയി നിങ്ങൾക്ക് അനുയോജ്യമായൊരു സൈക്കോളജിസ്റ്റിനെ തിരഞ്ഞെടുക്കാം. പിന്നീട് ഓൺലൈൻ കൺസൾട്ടൻസിയിലൂടെ തെറാപ്പിസ്റ്റ് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. നിങ്ങളുടെ ഇമ്പ്രൂവ്മെൻറ്റ് ഞങ്ങൾ ട്രാക്ക് ചെയ്യുകയും ആവശ്യമായ സപ്പോർട്ട് തുടർച്ചയായി നൽകുകയും ചെയ്യും. കൂട്ട്, നിങ്ങളെ മനസ്സിലാക്കുന്ന ഒരാൾ എപ്പോഴും അടുത്തുണ്ട്. കൂട്ടിനുണ്ട് കൂട്ട്.